അമ്മച്ചിയോട് ഞാൻ പറഞ്ഞല്ലേ ചെറുപ്പക്കാർ പിള്ളേരെ ആരെയും വണ്ടി ഓടിക്കാൻ വിളിക്കണ്ട, ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞല്ലേ മലയാളത്തിൽ. ഒന്നും മിണ്ടായിരിക്കൂടെ, നടക്കുന്ന കാര്യം വരും. അമ്മച്ചി നടക്കോ ഇരിക്കോ ഓടുവോ എന്ത് വേണേലും ചെയ്തോ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പൊന്നമ്മച്ചി അവറാച്ചാൻ ഉണ്ടായിരുന്നപ്പോളേ ഞാൻ കണ്ണ് കെട്ടി വണ്ടി ഓടിച്ചവനാ, അതും കൊണ്ട് പറഞ്ഞു പോയതാ. ചുമ്മാ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് എന്നത്തിന്റെ വണ്ടിയെ കയറിയപ്പോ തുടങ്ങുന്നു ഒരുപാട് ചുരിദാറും ഇപ്പൊ എനിക്കായോ കുറ്റം? പിന്നെ കുറ്റം അമ്മച്ചി ഇങ്ങനെയുള്ള ഞാൻ വരത്തില്ല. എടാ പക്ഷെ നീ ഒന്നും മിണ്ടായിരിക്കടാ, കുഴപ്പമില്ല. അല്ല നീ വരണ്ടോ, ഞാൻ ഓടിച്ചോളാം. അതോ ഓടിക്ക, താനൊക്കെ ഒന്ന് ഓടിക്കും, കണ്ണും കാണത്തില്ല. അതിന് ഈ തള്ളയൊന്ന് സമ്മതിക്കണ്ടേ? ഇങ്ങനെയുള്ള കേസ് കിട്ടുന്നത് നമ്മളെ വിളിച്ചേക്ക്, നമുക്ക് ഇതിനെ കൂടുതൽ ഓട്ടോ. ഓഹോ, ഞാൻ ചേട്ടായി വിളിച്ചു പറഞ്ഞു. അവൻ പിണങ്ങി പോവാണോ? ഇവിടെ കയറി നടക്കും, വിളിച്ചൊന്ന് വിളി. ഇനി വിളിച്ച് ഇത്ര ഉണ്ടാക്കി വെച്ചേച്ച് ഇനി വിളിച്ചോളാം. അല്ലേലും തനിക്കും തന്നെ മുതലാളിക്കും ഉള്ള ഒരു ചൊറിച്ചിലാ ആരും പിള്ളേരെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും. അമ്മച്ചി അച്ചായനെയും കൂടെ വിളിച്ചോണ്ട് വരണ്ടായിരുന്നു. എന്ത് രസമാണ് നമ്മുടെ ഈ യാത്ര. നിങ്ങൾ ഒരു സ്ത്രീയാണോ? നിങ്ങൾ വിളിക്കില്ല. വഴക്കുണ്ടാക്കാൻ വന്നാലേ, നല്ലൊരു മനസ്സിന്റെ ഉടമയല്ലേ പുള്ളി. പുള്ളിനെയും കൂടെ ഈ യാത്രയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണ്ടേ? നമ്മൾ ടൂർ പോകുന്നൊന്നുമല്ലല്ലോ. അല്ലേ, എന്നാലും മോന്റെ വീട്ടിലോട്ട് പോരുമല്ലേ, അദ്ദേഹത്തെയും കൂടെ വിളിക്കണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ ഏലപ്പാറ വരെ എത്തി. ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചേച്ചാ വന്നേക്കുന്നത്. ഒന്നും ഉണ്ടാക്കിയൊന്നും വെക്കണ്ട. തിന്നുവാടോ നീ? എന്നെ മോനോടാണോ? പറഞ്ഞോ. ഇച്ചൊന്ന് മാറി, എന്റെ ചെവി കടിക്കാൻ വരാതെ. ഒന്നും ഉണ്ടാക്കി വെക്കൊന്നും വേണ്ട. ശരി, എന്നാ ശരി. അന്ന് കേറ് വാ. അവറാച്ചൻ അമ്മച്ചി പോകുന്ന വഴിക്ക് നമുക്കൊരു ചായ കുടിച്ചാലോ? ഞാൻ രാവിലെ മുതലേ പട്ടിണി, ഒരു വസ്തു കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 ലക്ഷത്തിന്റെ കേസാണെങ്കിൽ ഞാൻ പിടിക്കും. അല്ലല്ല, നമ്മളങ്ങനെ അങ്ങനെ ആരും പറ്റിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരു കേസ് നമ്മൾ പിടിക്കുമല്ലോ, അതാണ് എൻ്റെ ഒരു സത്യം. 2 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഇടപെടും, ആ കാര്യങ്ങൾ നീറ്റായിട്ട് നടക്കും. അതെ. ഓക്കെ. ഒരു മിനിറ്റേ, ഞാനിപ്പം വിളിക്കാം. എന്നാ അമ്മച്ചി വന്നിട്ടുണ്ടോ? എങ്ങോട്ട് പോവാ? അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്ക്. അമ്മച്ചി താഴെ വന്നിട്ടുണ്ടെന്ന്. അമ്മച്ചോ? എങ്ങോട്ടളിയോ പോട്ടെ. ഇങ്ങോട്ടും പോകാൻ മതി, ഇങ്ങോട്ടും പോകാൻ. അളിയ എങ്ങോട്ട് പോകും? അത് പറഞ്ഞ അതേണ്ട വരുന്നത്. എന്നെ തള്ളിയിടരുത് പുള്ളി. എന്നാ അമ്മച്ചി അത് തന്നെ ഞങ്ങളും പറഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മച്ചി വന്നേ. അളിയ ഞാൻ വീട്ടിൽ പോവാ. ഞാൻ വീട്ടിൽ പോന്നേ.
അളിയൻ എങ്ങനെ പോകും? ഞാൻ ബസ്സിൽ കയറി പൊക്കോളന്നേ. ഈ സമയത്ത് വാഗമണ്ണിന്ന് ബസ്സില്ല. അളിയൻ വണ്ടി കൊണ്ടുവന്നാ വന്ന് ഞാൻ പാണ്ടിലോട് തൂങ്ങിയാലും പൊക്കോളന്ന്. ആ നന്നായിരിക്കും. വല്ലവരും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും, SI പാണ്ടിലോറിയെ തൂങ്ങിപ്പോകുന്നു പറഞ്ഞു. എന്റെ അളിയ വേറെ വല്ല കാര്യം ആലോചിക്കും. എന്റെ അളിയനും ഇവനും അങ്ങനെ വേണേലും പോകും. ഞാൻ എന്റെ ഭാര്യയും കൊച്ചും താഴെ നിൽക്കുന്നത്, ഞാൻ അവരായിട്ട് ഞാൻ എങ്ങനെ പോകും? എന്റെ കർത്താവ്, ഞാൻ അമ്മച്ചിയുടെ മുമ്പിൽ സറണ്ടർ ആകാൻ പോകും. അമ്മച്ചി, ആ മക്കളെ കൊച്ചങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ആ അമ്മച്ചി, എന്തുണ്ട് വിശേഷമൊക്കെ? ആ സുഖമായിട്ടിരിക്കുന്നു. കൊച്ചിനായിരുന്നു അമ്മച്ചി. നിനക്കറിയത്തില്ലേ എന്റെ സ്വഭാവം. അത് ഞാൻ ഇളയ മകളുടെ അടുത്ത് പോവാന്നും പറഞ്ഞു പോയി. ജോക്കറിനും ജോമനൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഒരുത്തൻ ബെമ്പറത്തി വീട്ടിൽ പോവാന്നും പറഞ്ഞ് ഇറങ്ങി. ഒരുത്തനുണ്ട് വാഗമണ്ണി വരുവാന്നും പറഞ്ഞു പോയി. പിന്നെ ഞാൻ മാത്രം എന്തിനാ അവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഞാനും അവന്റെ പുറകെ ഇങ്ങോട്ട് പോകുന്നതാ. എന്ന് വെച്ചാൽ ആ കപ്പാട് ഇവിടെ അങ്ങ് തിരക്ക്. ഞാൻ ഈ പുതിയ പ്രസ്ഥാനം തുടങ്ങിയ ശേഷമേ തിരക്കാന്ന് വെച്ചാൽ അതുകൊണ്ട് അങ്ങോട്ടൊന്നും വരാതെ. നിനക്ക് സമയം കിട്ടത്തില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ വെച്ചി? വരണം എന്ന് പല പ്രാവശ്യം വിചാരിക്കും. പക്ഷെ ഒരിക്കലും പറ്റുന്നില്ല വെച്ചാൽ. നീ ഇവളെയും കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ഒന്ന് വന്നു കഴിഞ്ഞാലോ? അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ? അല്ല, എങ്കിലും വല്ലപ്പോഴൊക്കെ അമ്മച്ചി വാഗമണ്ണൊന്ന് വന്ന് കാണണ്ടേ? അതുകൊണ്ടാണ് നീക്ക് വരാത്തത്. അതുകൊണ്ടല്ല അമ്മച്ചി, തിരക്കല്ലേ. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത്. അവന് 2 ദിവസം മുമ്പ് ഇവിടുന്ന് പോയെന്നറിയുന്നു. എനക്ക് എങ്ങോട്ട് പോയതാന്ന് ആർക്കറിയാം. എന്തായാലും അമ്മച്ചി സമാധാനപ്പെടുക. നമുക്ക് അവന്മാർ രണ്ടുപേരും ഇങ്ങോട്ട് വിളിക്കാം. ഇവിടെ വെച്ച് നമുക്ക് കാണാന്നേ, സംസാരിക്കാം. അവന്മാരെ കാണാനുള്ള കൊതിയും കൊണ്ട് വന്നതൊന്നുമല്ല ഞാന്. പിന്നെ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. എടാ മക്കളെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോടാ. എന്നിട്ട് നീ തന്നെ എന്നോട് കള്ളം പറയുവാണോ? ഞാൻ കണ്ടായിരുന്നു ഇങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ അവന്മാർ രണ്ടും വാലും പൊക്കി ഓടുന്നത്. എന്നിട്ട് നീ അവന്മാർക്ക് സൈഡ് നിന്നുകൊണ്ട് അമ്മച്ചിയോട് കള്ളത്തരം പറയുവാണോ? എന്തായാലും അമ്മച്ചി അവരെന്റെ സഹോദരങ്ങളല്ലേ, അവരോട് വരുമ്പോ വേണ്ടെന്ന് ഞാൻ എങ്ങനെ പറയുന്നത്? എടാ അവന്മാർ ഇത്രയും ദിവസമായി ഇവിടെ വന്നിട്ട്. ഇവിടെ ഫോണെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ. ഒന്ന് വിളിച്ചു പറയായിരുന്നല്ലോ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ അറിയാതെ വന്നതുകൊണ്ട് പറയാതെ വന്നതുകൊണ്ടും എനിക്ക് കാണാൻ പറ്റി. ഒരു കാര്യം ചെയ്യ്, ഞാൻ അവരൊന്ന് വിളിക്കട്ടെ. ജോസ്മോനെ, ജോകുട്ടാ, എടാ ഇങ്ങ് വാ. അമ്മച്ചി, ഞാനേ ഉദ്ദേശിച്ച പോലൊരു സ്ഥലം ഇവിടെ കിട്ടിയില്ല. ഞാനത് തപ്പി നടക്കുക. ഞാനും നിന്നെ തപ്പി നടക്കുമായിരുന്നു. ആണല്ലേ? അമ്മച്ചി പറ്റിപ്പോയി. എല്ലാം ഉണ്ടല്ലോ. അവളും കൊച്ചു കൊണ്ടുപോയി. അളിയനും വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു സ്റ്റേഷൻ ഭരിക്കുന്നവന് നിന്ന് നാണം കൊടുക്കുന്ന കണ്ടില്ലേ? നിന്റെ ഊണ് കഴിക്കാനല്ല ഞാൻ അവിടുന്ന് ഇടം വരെ വന്നത്. ഞാൻ എന്റെ പിള്ളേരുടെ അടുത്തോട്ടാ വന്നത്. അവരെനിക്ക് വെള്ളത്തിൽ തോന്നുള്ളൂ. അമ്മച്ചി അവളും പിള്ളേര് സുഖമായിട്ടിരിക്കുന്ന അളിയൻ പറഞ്ഞു. അത് ഞാൻ നിന്നോട് വല്ലതും ചോദിച്ചോ? നീ നിന്റെയൊക്കെ പുറകില് നിങ്ങളുടെ അപ്പനും കൂടെ നിൽപ്പുണ്ടോ? നീ അതേനെയും കൂടെ ഇവിടെ കാണാനുള്ളൂ. ആ എടോ ഡ്രൈവറെ, ഓയ് എടോ അങ്ങോട്ട് വരാ. അമ്മച്ചി വിളിക്കുന്നു. കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. താൻ പോയി കഴിക്കൂ. അവിടെ തൊട്ട് തുടങ്ങിയ ശല്യം. ആ എടോ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിരിക്കുന്നു. അമ്മച്ചി വിളിച്ചിട്ടാ. താൻ പോയി കഴിച്ചാൽ മതി കഞ്ഞി. തനിക്ക് ഇട്ടോണ്ടാ വന്ന്, വിശക്കുന്നുണ്ടാ വന്ന് കഴിക്കൂ. പിന്നെ വാഗമണ്ണി ഞാൻ കഞ്ഞി കുടിക്കാൻ വന്നേ. അമ്മച്ചി പറഞ്ഞിട്ടാ. പിന്നെ അമ്മച്ചി പറഞ്ഞു താൻ പോയി തരാം. കഞ്ഞി കുടിക്കാൻ വിളിച്ചേ അമ്മച്ചി. ആ കഞ്ഞി തണുത്ത് പോയി. തനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു. അത് തണുത്ത് ഇനി പച്ചവെള്ളം പോലെ കഴിച്ചു. ഓ ഞാൻ വിളിച്ചപ്പോ എന്നാണ് എവിടെ പോയിരിക്കുന്നു? എന്നാ വാ അമ്മച്ചി, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ. ഭക്ഷണം കഴിച്ചേക്കാം.